നമസ്കാരം, ലാവ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന സേമിയ കേസരിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തത്. നോൺ സ്റ്റിക്ക് പാനാണ് എനിക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കത് ഒന്ന് കോരി മാറ്റാം. അതിനുശേഷം അതേ നെയ്യിൽ തേങ്ങാക്കൊത്ത് ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നെയ്യിലൊക്കെ നന്നായി വഴറ്റിയിട്ടാണല്ലോ കേസരിയിൽ ഇടുന്നത്. അപ്പോൾ കേസരി കഴിക്കുമ്പോൾ ആ തേങ്ങാക്കൊത്തിൻ്റെ ഒരു ടേസ്റ്റ് നന്നായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് ബ്രൗൺ നിറായിട്ട് വരുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി അതിലേക്ക് ഞാൻ 1.5 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. സേമിയ ഫ്രൈ ചെയ്ത സേമിയ ആണെങ്കിൽ കൂടി ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് നന്നായി വറുത്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിത് നന്നായി വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ തീയിൽ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് കേസരിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം നമുക്ക് നല്ല ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 750 ml പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് മെഷർമെൻറ്റ് കപ്പിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ്. അങ്ങനെ ആ പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതൊരു ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തെന്ന് വെച്ചിട്ട് പാല് പിരിഞ്ഞു പോകുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന കേസരിക്ക് കളർ ഉണ്ടാവുമല്ലോ, ഓറഞ്ചോ മഞ്ഞോ കളറ്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറത്തൊന്നുമില്ല. ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കണം. അതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാണ്. നന്നായി ഇളക്കി നല്ല മിക്സാക്കി എടുക്കുന്ന സമയത്ത് പാനിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതാണ് ഈ സേമിയ കേസരിയുടെ പാകം. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത നെയ്യാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ മെൽറ്റ് ചെയ്ത നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തത്. കണ്ടില്ലേ, നന്നായി വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ച് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്.
ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഓൺ ദി സ്പോട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയായി പോവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല സെറ്റായി കിട്ടിക്കോളും. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തണിയാൻ വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂട് തണിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മുറിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.